നമസ്കാരം. വിശപ്പ് സഹിച്ചവന് പച്ചവെള്ളത്തിന്റെ മധുരം അറിയാൻ കഴിയൂ. അങ്ങനെ കഷ്ടപ്പാടിലൂടെ വളർന്ന ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരാണ് ആഗ്രഹം. ഒരിക്കൽ ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഓലിമേന ഒരു കൊച്ചു കുടിയിൽ ഒരു ബാലൻ താമസിച്ചിരുന്നു. അവന്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കിട്ടാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വലുതായിരുന്നു. കുട്ടന്റെ വിഷമം കണ്ട് കുട്ടന്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു. അവിടെ എത്തിയതും എല്ലാവർക്കും പുതിയ ബാഗ്, പുതിയ ചെരുപ്പ് ഇതെല്ലാം കണ്ട് ആകാംക്ഷയോടെ നോക്കി നിന്ന കുട്ടന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവന്റെ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞതിനു ശേഷം അവന് ഒരു കൂട്ടുകാരനെ കിട്ടി. അവന്റെ പേരാണ് ബാബു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ അതോ ഓടാണോ? ബാബു പറഞ്ഞു, എന്റെ വീട് മാളികപ്പുറമുള്ള വീടാ. മാളികപ്പുറമോ? അതെന്താ? കുട്ടൻ അതിശയത്തോടെ ചോദിച്ചു. അതെന്താ? നീ അതുപോലത്തെ വീടൊന്നും കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെ കൂട്ടി തന്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടതും കുട്ടൻ ഞെട്ടി. കൊട്ടാരം പോലെ ഉണ്ടല്ലോ. കൊട്ടാരത്തിന്റെ വാതിൽ തുറന്നതും കുട്ടൻ പേടിച്ചു വിറച്ചുപോയി. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കുട്ടൻ നോക്കിയതും അവിടെ മറ്റൊരു വീട്. ആ വീടിനകത്തൊരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയുടെ മുന്നിലോ ഒരു പാത്രം നിറച്ച ഭക്ഷണം. കുട്ടന്റെ വായി വെള്ളമൂറി. അങ്ങനെ എല്ലാം കഴിഞ്ഞതിനു ശേഷം കുട്ടന്റെ വീട്ടിലേക്ക് മടങ്ങി. ഒരു ദിവസം ക്ലാസ് ടീച്ചർ എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾക്ക് ഭാവി ആരാകണം? കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ട് എല്ലാവരും ഉറക്കെ ചിരിച്ചു. പക്ഷേ ചിരി അധികം നേരം ഉണ്ടായിരുന്നില്ല. കുട്ടന്റെ അവസ്ഥ കണ്ട് കുട്ടന്റെ ടീച്ചറും സ്കൂട്ടികളും കുട്ടനെ സഹായിച്ചു. അങ്ങനെ കുട്ടൻ പഠിച്ചു വിരങ്ങളിലേക്കെത്തി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. കുട്ടന്റെ ജീവിതം നമുക്കൊരു പ്രചോദനമാകട്ടെ. നന്ദി.